ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവരേക്കും സ്വാഗതം. ഇന്ന് രാത്രിയിലും അല്പസമയം നമുക്ക് ഒരുമിച്ചിരിക്കുവാൻ ഉള്ളൊരവസരം കിട്ടിയതിനായിട്ട് നന്ദി പറയുക. ഇന്നത്തെ പകൽ മുഴുവൻ നമ്മൾ ജോലിയിലായിരുന്നു, പല കാര്യങ്ങളിലും വ്യാപൃതരായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റി, മറ്റു ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ആ മനസ്സിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് കളയരുത്. ഞാൻ ഇന്ന് ചിന്തിച്ച ഒരു വിഷയം എന്താണെന്ന് അറിയുമോ? ആനയുടെ ശക്തി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് തന്നേക്കാൾ കഴിവ് കുറഞ്ഞ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യന് ആനയുടെ അത്രയും ആരോഗ്യം പോലും ഇല്ലാത്ത, അതിൻ്റെ നാലിലൊന്ന് ആരോഗ്യം പോലും ഇല്ലാത്ത ഒരു മനുഷ്യന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആന നിൽക്കുമ്പോൾ ആനയുടെ കാലിൽ ഒരു ചെറിയ വടി വെച്ചിട്ടാണ് പാപ്പാൻ അവിടെ കിടന്നുറങ്ങുന്നത്. അപ്പം ആനയ്ക്ക് യഥാർത്ഥത്തിൽ ആനയുടെ ശക്തി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ആ പാപ്പാൻ ആനയെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിൻ്റെ ശക്തി അറിയാതെ തന്നെ പ്രകടമാകുമ്പോഴാണ് ആന പലരെയും കൊല്ലുന്നതും അക്രമാസക്തരാകും. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആനയ്ക്ക് തൻ്റെ ഉള്ളിലുള്ള പവർ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ പാപ്പാൻ ആനയെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അതിന് അതീതമായ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ആനയ്ക്കുണ്ടാകുമ്പോഴാണ് ആന പാപ്പാനെ ഉപദ്രവിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു അതീതമായ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്നർ മാൻ, അകത്തെ മനുഷ്യനിലുണ്ട്. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾക്കതിനെ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾക്ക് സാധിക്കാതെ വരുന്നത്. ഈ ജീവിതത്തിൽ ഉന്നതിയിലെത്തിയിരിക്കുന്നവരൊക്കെ അവരുടെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിഞ്ഞവരാണ്. അവരൊന്നും അല്ലാതെ മുകളിൽ നിന്നും അവരുടെ കൈകളിലേക്ക് പണം വീണതോ അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉണ്ടായതോ ഒന്നുമല്ല. അവരുടെ ഉള്ളിലെ കഴിവുകൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയപ്പോൾ അവർ ഉന്നതമായ തലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതേ ശക്തി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾക്കിത് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ, നമ്മൾക്കതിനെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ പുറകോട്ട് പോകും. അത് സാമ്പത്തികത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ടിത് സാധിക്കും എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ വാതിലുകളൊക്കെ നമ്മുടെ മുന്നിൽ തുറക്കുന്നത് കാണാം. അസാധ്യമായിട്ട് നമുക്കൊന്നുമില്ല, എല്ലാം സാധ്യമാണ് നമ്മുടെ മുന്നിൽ. അത്രമാത്രം ഹ്യൂജ് പവറാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. അത് ജനിക്കുമ്പോൾ തന്നെ, ആ ജനനത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, ആ കുഞ്ഞിലുണ്ട്. എന്നാൽ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ജീവിതദശയിൽ നമ്മൾക്കത് ആരും പറഞ്ഞു തരാതിരിക്കുമ്പോൾ, നമ്മൾക്കതിനെപ്പറ്റി മനസ്സിലാക്കാതിരിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ പരാജയം സംഭവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ മനസ്സ് വിഷമിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് ഖേദപ്പെടരുത്, വ്യാകുലപ്പെടരുത്. അത് നമ്മുടെ മനസ്സിനുള്ള ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് വിചാരിക്കുന്നോ ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിവാണ് നമ്മുടെ മനസ്സിനുള്ളത്. സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. എന്നാൽ വിഷമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിക്കും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ അകത്തുള്ള മനുഷ്യനെ, അതായത് ഇന്നർ മാൻ സന്തോഷിക്കണം.
അപ്പോൾ അകത്തുള്ള മനുഷ്യൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സ്നേഹം വരണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിനകത്ത് നമ്മൾ ഇടപെടാതിരിക്കണം. നമ്മുടെ ജീവിതചര്യകൾക്കൊരു പ്രയാണം ആ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ നമ്മുടെ മനസ്സിന് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം വീണ്ടും പറയാം, ഒരിക്കലും നമ്മൾ തളരരുത്. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ദുഃഖിക്കാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, സന്തോഷിക്കാനായി ഭൂമിയിലേക്ക് വന്നത്. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ആ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പടി മുന്നോട്ട് വെക്കാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ മാറുന്നത് കാണാം. ഏത് വിഷയത്തിൻ്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കുവാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ നിക്ഷിപ്തമാണ്. നമ്മൾ ഒളിച്ചോടി പോകരുത്. ഒന്നിനെക്കുറിച്ചും ആവശ്യമില്ലാതെ വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും നമ്മൾ വ്യാകുലപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെട്ട് നമ്മൾ ചിന്തിക്കരുത്. ഏത് വിഷയം വന്നാലും അത് വരട്ടെ. അതിൻ്റെ മുന്നിൽ ഞാൻ പറയാം, ഏത് വിഷയത്തിൻ്റെ മുന്നിലും നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, നിങ്ങളൊരു കാലെടുത്ത് വെച്ചാൽ മതി, ആ വിഷയം നിങ്ങളുടെ മുന്നിൽ മാറിപ്പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് നിങ്ങളുടെ മുന്നിൽ ഒരു പരിഹാരമുണ്ടാകും. എന്നാൽ ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടിപ്പോയാൽ ആ വിഷയം നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. അത് സാമ്പത്തികത്തിലായാലും ജോലിയിലായാലും ജീവിതത്തിലായാലും ഏത് വിഷയത്തിൻ്റെ മുന്നിലും നമ്മൾ തലകുനിച്ചോ ആ വിഷയം നമ്മളെ കാർന്നു തിന്നും. എന്നാൽ പറയണം, വിഷയമേ ഞാൻ പറയുന്നതാണ് ശരി, അല്ലെ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അതായത് നിൻ്റെ മനസ്സിനോട് പറഞ്ഞാൽ, അത് ആ വിഷയങ്ങളൊക്കെ അവിടെ ഇല്ലാതാകും. അതാണ് നമുക്കറിയാമോ, അകാലത്ത് നമ്മുടെ ബഹിരാകാശത്തേക്ക് യാത്ര പോയ കൽപ്പന ചൗള എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരിയെപ്പറ്റി നിങ്ങൾക്കറിയാം. അന്ന് അവർ ശൂന്യാകാശത്തേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് യുദ്ധങ്ങളാണ്, ഇറാൻ ഇറാഖ് യുദ്ധം, അതുപോലൊക്കെ വളരെ പ്രശ്നങ്ങളാണ്. ആ സമയത്താണ് അവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. അവരിവിടെ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് അവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. എന്നാൽ ഇവർ ബഹിരാകാശത്തേക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്. അവർ താഴോട്ട് നോക്കുമ്പോൾ അവർ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദി എർത്ത്. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കടുകുമണിയമേ ഉള്ളൂ ഈ ഭൂമി. പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമി നിൽക്കുമ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ശൂന്യാകാശത്തിൽ എന്ന് അവർ താഴോട്ട് നോക്കിയപ്പോൾ ഒരു കടുകുമണി പോലെയേ ഉള്ളൂ. അവരുടെ കാൽ കീഴിലാണ് ഇതെല്ലാം. ഈ ഭൂമി മുഴുവൻ അവരുടെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞതിനോട്ട് ഏത് വിഷയവും നമ്മുടെ മുന്നിൽ വന്നോട്ടെ, ഏത് പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വന്നോട്ടെ, എന്നാൽ അതെല്ലാം നമ്മുടെ കാൽ കീഴിലാണെന്നും ഈ വിഷയത്തിൻ്റെ മേൽ ഞാൻ ഒരു ജയമെടുക്കുമെന്നും ഉള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ അലിഞ്ഞലിഞ്ഞില്ലാതായിട്ട് തീരും എന്ന് ഉറപ്പായിട്ട് ഞാൻ പറയാം. ഇത് വെറുതെ പറയുന്നതല്ല, അതാണ് അതിൻ്റെ സത്യം. കാരണം സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് പോലും നമുക്കുണ്ട്, ഒരു സൃഷ്ടിപ്പ് നടത്തുവാൻ. എന്ന് പറഞ്ഞാൽ ഏത് സൃഷ്ടിപ്പാണെന്നറിയാമോ? പ്രശ്നങ്ങളെ മാറ്റി സന്തോഷം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ്, പ്രശ്നങ്ങളെ മാറ്റി അതിന് പരിഹാരം കാണാനുള്ളൊരു കഴിവ്. അപ്പോൾ ആ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഇന്നർ മാനിലുണ്ട്, ദ ഹോളി സ്പിരിറ്റിലുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ജനിപ്പിച്ചിരിക്കുന്ന നമ്മൾ വെറുതെ വ്യാകുലപ്പെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പെടുമ്പോഴാണ് നമ്മൾ ഈ ആത്മഹത്യയിലേക്കും മയക്കുമരുന്നുകളിലേക്കും ഒക്കെ നമ്മൾ നീങ്ങുന്നത്. എന്നാൽ ഇതിനുപരി എനിക്കിതിനെ നേരിടാനുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാലുണ്ടല്ലോ, ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും അടക്കി ഭരിക്കാനുള്ള ഒരു കഴിവാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതങ്ങനെ തന്നെയാണ്. നമ്മുടെ കാൽ കീഴില്ല വിഷയങ്ങൾ, നമ്മുടെ കാൽ കീഴില്ല പ്രശ്നങ്ങൾ, നമ്മുടെ കാൽ കീഴില്ല മറ്റുള്ളതെല്ലാം എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളാണ് സൂപ്പർമാൻ, ഞാനാണ് സൂപ്പർമാൻ. ഒന്നും എനിക്ക് ബാധിക്കത്തില്ല, ഒരു വിഷയം എന്നെ തളർത്തത്തില്ല. ഞാൻ ഇതിനെല്ലാം എതിർക്കും, ഞാൻ ഇതിൻ്റെ മുന്നിലൊരു ജയാളിയായി മാറും.
വിഷയങ്ങളുടെ മുന്നിൽ ജയാളിയായിട്ട് നിൽക്കണം. അത് ഏത് വിഷയമായിരുന്നാലും, ഏത് വിഷയം വന്നോട്ടെന്നേ, വിഷയങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് വിഷയങ്ങളുണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടായാലേ അതിനൊരു പരിഹാരമുള്ളൂ. എന്നാൽ ആ വിഷയങ്ങളുടെ മുന്നിൽ തല നിവർത്തി നമ്മൾ നിൽക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, അതെല്ലാം നമ്മുടെ മുന്നിൽ വഴിമാറിത്തരുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്ന് രാത്രിയിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ ഈ ദിവസങ്ങളൊക്കെ. നാളത്തെ പ്രഭാതവും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ മാറും. ഇന്ന് രാത്രി നിങ്ങൾ സുഖമായി ഉറങ്ങണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് കിടന്നാട്ടെ. നാളത്തെ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷേ ഇതൊന്നും എന്നെ തളർത്തത്തില്ല, ഇതൊന്നും എന്നെ ഭരിക്കത്തില്ല. ഞാൻ ഉന്നതനായിട്ട് മാറും. എൻ്റെ വിഷയങ്ങളുടെ മേൽ ഞാൻ ജയാളിയായിട്ട് മാറും. സാമ്പത്തിക നാളെ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ വിഷമിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ നാളെ നിങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ശാരീരിക അസ്വസ്ഥതകളൊക്കെ നാളെ പൂർണ്ണമായിട്ടും ഭേദമാകും. ഒന്നിനും എന്നെ തളർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ ആകട്ടെ. നാളത്തെ ദിവസമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇന്ന് രാത്രി നിങ്ങൾ സുഖമായി ഉറങ്ങണം. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നിങ്ങൾ ആ വിഷയങ്ങളുടെ മേലൊക്കെ ജയമെടുക്കുന്നതായിട്ട് കാണണം. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. നാളത്തെ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇല്ലാതാകട്ടെ. എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോടൊരു കാര്യം പറയാം. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. എല്ലാം നിങ്ങളുടെ മുന്നിൽ നല്ലതിനായിട്ട് മാറും. അതുകൊണ്ട് നാളത്തെ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീണ്ടും ഒരു ഗുഡ് നൈറ്റ്, ഹാവ് എ സ്വീറ്റ് ഡ്രീംസ് നേരുകയാണ്. ഗുഡ് ബൈ.